ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കർമൂസ താളിപ്പ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ കർമൂസ താളിപ്പ് കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പച്ച കർമൂസ ചെറുതായിട്ട് മുറിച്ചത് അതിലിട്ട് കൊടുക്കാം. ഇത് ഉടഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് കാണൂല, അപ്പം നമ്മൾ ചെറിയ പീസായി കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കളർ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് വേവിക്കണം. അപ്പോൾ ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ വിസിൽ മൂടി വെച്ചിട്ട് നമുക്കൊരു 2 വിസിൽ വരുന്ന വരെ വേവിക്കാം. ഇനി ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താളിപ്പ് റെഡിയാക്കാം. അതിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കർമൂസ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. എന്നാൽ ആ ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കർമൂസ താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നോമ്പിനൊക്കെ നമ്മൾ കറിയൊന്നും ഇല്ലെങ്കിലോ അത്താഴത്തിനൊക്കെ ഇവിടെ മലപ്പുറം ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ താളിപ്പാണ്. ചിരങ്ങ താളിച്ചത് അല്ലെങ്കിൽ പപ്പായ താളിച്ചതൊക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കർമൂസ താളിപ്പിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ കർമൂസ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അസ്സലാമു